എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓൾഡ് ഷർട്ട് എങ്ങനെ റീയൂസിങ് ചെയ്യാൻ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതുപോലെ കയ്യിൻ്റെ ഈ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒരു എലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ബട്ടൺസൊക്കെ അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ട് ഫ്രണ്ട് ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. രണ്ട് സൈഡിലും ചെറുതായിട്ട് ഒരു എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതുപോലെ കയ്യിൻ്റെ ബോട്ടത്തിൻ്റെ അവിടെ ഈ സൈഡിൽ ഇത് എത്ര സ്പേസിൽ എലാസ്റ്റിക് വെച്ചിട്ടുള്ളൂ, ഇത്രയും ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ സൈഡിലും രണ്ടാമത്തെ സൈഡിലും അത്രയും ഭാഗം എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അതേപോലെ കയ്യിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം എലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ് ഇത് കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, കട്ടിങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷർട്ട് അതിൻ്റെ ബട്ടൺസൊക്കെ ഇട്ടുകൊണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ നേർത്തി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതാണ് ഞാൻ ഇതിൻ്റെ അളവിന് വേണ്ടി കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു ചെറിയ ടീഷർട്ടാണ്. ഇതുപോലെ കറക്റ്റ് ഈ ഷർട്ടിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അളവിന് ഞാൻ ടീഷർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടീഷർട്ട് ഇല്ലെങ്കിൽ ചെറിയ ടോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതുപോലെ വെച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, നമ്മൾ അളവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. അത് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് കട്ട് ചെയ്യാൻ കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ആ വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് ഈ കയ്യിൻ്റെ അളവ് ഇവിടെയാണ് കയ്യിൻ്റെ അളവ് വരുന്നത്. ഈ കൈ ഞാൻ ഫുള്ള് എടുക്കുകയാണ്. ഇത് ഇത്രയും സ്പേസ് കുറച്ചും കൂടെ ഉണ്ട്, ആ ഫുള്ളിന് എടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ അടിഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ. കയ്യിൻ്റെ ഈ ഭാഗം വരുന്നത് ഇതാണ് കയ്യിൻ്റെ ലൂസിൻ്റെ ഭാഗം. അവിടെ ഏകദേശം ഒരു ഇഞ്ച് കൂടുതൽ എടുത്തുകൊണ്ട് ഇതുപോലെയാണ് വരക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരക്കുക കേട്ടോ. ഇവിടുന്ന് ഈ വരക്കേണ്ടത് ഇതേപോലെ റൗണ്ടിലൊരു ഷേപ്പ് വരക്കുക കേട്ടോ. അടിഭാഗത്തേക്ക് റൗണ്ടിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ സെൻറ്റർ വരെ വരച്ച് നിർത്തുക. സെൻറ്ററിൽ ആ ബട്ടൺസ് ഇല്ലേ, ആ ബട്ടൺസിൻ്റെ അതുവരെ ഈ മാർക്ക് ചെയ്ത് കാണ്ട് അവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ കയ്യിൻ്റെ ലെങ്ത്തിനെയും കാട്ടിലും 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ കയ്യിൻ്റെ ലൂസിനെയും കാട്ടിലും ഈ ഭാഗത്തും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ അതുപോലെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ, 3/4 ഇഞ്ച് ഇവിടെയും കൂടുതലുണ്ട്. പിന്നെ ഇങ്ങനെ ലൂസിൽ ഇങ്ങനെ വരികയാണ്. പിന്നെ അടിഭാഗത്തേക്ക് റൗണ്ട് ഷേപ്പാണ് വരുന്നത് കേട്ടോ. ഇതേപോലെ ഇപ്പോൾ ഈ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളാട്ടോ. അത് ഈ ഒഴിവാക്കേണ്ട വേസ്റ്റ് ഷർട്ടുകളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്ത് വീണ്ടും ഇത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ സെൻറ്റർ വരെ കട്ട് ചെയ്ത് നിർത്തിട്ടോ. ഇതിൻ്റെ രണ്ട് സെൻറ്ററും ഈ രണ്ട് സെൻറ്ററും ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടോ. ഇവിടെയാണ് സെൻറ്റർ, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്, ടീഷർട്ടിൻ്റെ സെൻറ്റർ. എന്നിട്ട് കറക്റ്റ് ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ല, ആ മാർക്കിങ് കറക്റ്റായിട്ടും ഫോൾഡ് ചെയ്തിടുക. ഇതേപോലെ കറക്റ്റായിട്ടും ഫോൾഡ് ചെയ്തിടാണ്. കറക്റ്റ് സെൻറ്ററിൽ വരുന്നത്, അതായത് ആ ഷർട്ടിൻ്റെ ആ ബട്ടൺസ് വെച്ച ആ പട്ടൊക്കെ ഉണ്ടല്ലോ, ആ ബട്ടൺസൊക്കെ വരുന്ന ആ ഭാഗം അത് കറക്റ്റായിട്ട് ആ ഫോൾഡിങ്ങിൽ സെൻട്രലായിട്ട് തന്നെ കിടക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതേ അളവിൽ തന്നെ, കാരണം അത് സ്കെച്ച് ചെയ്യേണ്ട മാതിരിയാണ്. രണ്ടാമത് നമ്മൾ മറിച്ച് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കേട്ടോ. ഓക്കെ, അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ഫ്രണ്ടുമായി ബാക്കുമായി കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മൾ ഒഴിവാക്കുന്ന ഷർട്ടുകളൊക്കെ നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റീയൂസും ചെയ്യാം. എന്നിട്ട് ഇതാണ് കറക്റ്റ് സെൻറ്റർ വരുന്ന ഭാഗം. അതിൽ നിന്ന് കഴുത്ത് മാർക്ക് ചെയ്യണം. രണ്ട് സൈഡിലും 2 ഇഞ്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ കഴുത്തിൻ്റെ വീതി 4 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ അടിഭാഗത്തേക്ക് ഒരു 3 ഇഞ്ചൊക്കെ ഇടുക കേട്ടോ. ഓക്കെ, 3 ഇഞ്ച് അടിയിലേക്ക് ഇറക്കം വെക്കുന്നുണ്ട്. കഴുത്തിൻ്റെ വീതി 4 ഇഞ്ച്. ഞാൻ 4 ഇഞ്ചുള്ള ഒരു 3.5 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ കഴുത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അത് 4 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് അത്യാവശ്യം കഴുത്തിനുണ്ടാകും. ഇനി ഒരു 3 ഇഞ്ചായാലും 3.5 ഇഞ്ചായാലും കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾ വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിന് 4 ഇഞ്ചാണ് കഴുത്ത് വീതി ഇട്ടിട്ടുള്ളത്. ഇറക്കം 3 ഇഞ്ചും. അതുപോലെ ഈ കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ. എന്നിട്ട് അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് കഴുത്ത് അടിഭാഗത്തേക്കുള്ള ലെങ്ത്ത് 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. വീതി നമ്മൾ ഫ്രണ്ടിൻ്റെ അതേ വീതി തന്നെ 4 ഇഞ്ച് വീതി കേട്ടോ. ഓക്കെ, ഇതേപോലെ ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടോ. ഇത്രയേ ഉള്ളൂ. കട്ടിങ് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് നമുക്ക് സ്റ്റിച്ചും ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടും ബാക്കും ഇതേപോലെ ഒരുമിച്ച് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് ഒരു 2-2.5 ഇഞ്ചോ 2.5 ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ ഇവിടെ ഒരു വെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ആ കയ്യിൻ്റെ ആ ആം ഹോൾ വരുന്ന ആ ലാസ്റ്റ് ആ ഭാഗം ഉണ്ടല്ലോ, ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിയിക്ക് ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചായാലും കുഴപ്പമില്ല.
ഞാൻ അത് 2.5 ഇഞ്ച് ഇട്ടിട്ടുള്ളത്. 2.5 ഇഞ്ച് ഇട്ടുകൊണ്ട് അവിടെ ഒരു വെട്ടിട്ടിട്ട് അവിടെ ഞാൻ മാർക്ക് ചെയ്തു. ആ 4 പീസും ഇതുപോലെ മാർക്ക് ചെയ്തു. ഫ്രണ്ടിൻ്റെ 2 ഭാഗത്തും ബാക്കിൻ്റെ 2 ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒരുമിച്ച് കറക്റ്റായിട്ട് വെച്ച് കണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഷോൾഡറും ജോയിൻറ്റ് ചെയ്യുക. ഇതേപോലെ. ഓക്കെ, ഒരു 1/4 ഇഞ്ച് വീതിയിലൊക്കെ അടിച്ചാൽ മതി. അങ്ങനെ 2 ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ അടിച്ചെടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ബട്ടൺസിൻ്റെ ആ ഭാഗം അവിടെ നിന്ന് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ബട്ടൺസ് ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ഇതൊരു ക്രോസ് പീസാണ്. ഈ പീസിൻ്റെ വീതി 1.25 ഇഞ്ചാണ്. ഇതിൻ്റെ ഒരു ഭാഗം ഒരൊറ്റ ഫോൾഡിങ്ങിൽ അടിക്കുക. ഇത് കഴുത്ത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് എടുത്തിട്ടുള്ളത്. ഇത് ക്രോസ് പീസ് തന്നെ ആവണം കേട്ടോ. ഓക്കെ, എന്നാലേ ഇത് കഴുത്ത് പൈപ്പ് ചെയ്താൽ വൃത്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ പീസ് ഇതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ മടക്കടിക്കാത്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് ഇതുപോലെ വെക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളിയിടുക, ഈ തുടങ്ങേണ്ട ഭാഗം. ബാക്കിയുള്ള ഭാഗം ഒരേ 2 പീസും കഴുത്ത് വെട്ടിയ ആ ഭാഗം ഈ പീസും ഒരേ തുമ്പിൽ തന്നെ വെച്ചുകാണ്ട് ഒപ്പം വെച്ചുകാണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആ കഴുത്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക കേട്ടോ. അതായത് ഈ കഴുത്ത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കഴുത്ത് പൈപ്പ് ചെയ്യണമെങ്കിൽ ആ പൈപ്പ് ചെയ്യേണ്ട പീസ് ക്രോസ് പീസ് ആവണം. അതൊരു 1.25 ഇഞ്ച് വീതിയുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരൊറ്റ മടക്കിൽ. എന്നിട്ട് ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആ ഷേപ്പിൽ മൊത്തം റൗണ്ടിൽ ഓരോ വെട്ടിട്ട് കൊടുക്കുക. നമ്മൾ അടിച്ച സ്റ്റിച്ചുമ്പോൾ തട്ടരുത്, സ്റ്റിച്ചുമ്പോൾ തട്ടാതെ ഫുള്ളായിട്ട് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗത്ത് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഭാഗം ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് പൈപ്പ് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ കഴുത്ത് പൈപ്പിങ്ങിൻ്റെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബേബി ഡ്രസ്സുകളൊക്കെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസുകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ഹോം പേജിൽ പോയാൽ മതി. ബേബി ഡ്രസ്സുകൾ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ, നല്ല ഭംഗിയുള്ള ഒരുപാട് ബേബി ഡ്രസ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് എടുത്ത് കാണും കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, നല്ല ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ അടിച്ചിട്ടുള്ള ഓരോ ബേബി ഫ്രോക്കുകൾ ഇഷ്ടംപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണാം. എന്നിട്ട് അതുപോലെ തന്നെ കയ്യിൻ്റെ അടിഭാഗം, ബോട്ടത്തിൻ്റെ ആ ഭാഗം ഇതുപോലെ ഡബിൾ ഫോൾഡിങ്ങിൽ അടിക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കണ്ട് മടക്കി അടിക്കുക കേട്ടോ, ചെറുതായിട്ട്. ഓക്കെ, അങ്ങനെ 2 കൈയും അതുപോലെ അടിക്കുകയാണ്. കയ്യിൻ്റെ ബോട്ടത്തിൻ്റെ ആ ഭാഗമാണ് അടിക്കുന്നത്. ഓക്കെ, ഇനി ഒരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ അലാസ്റ്റിക്കാണിത്. ചെറിയൊരു 1/4 ഇഞ്ച് വീതി ഇല്ല, 1/4 ഇഞ്ചിലും വീതി കുറഞ്ഞൊരു അലാസ്റ്റിക്കാണ്. എന്നിട്ട് ആ അലാസ്റ്റിക് ഈ സെൻറ്ററിൽ വെച്ച് അടിക്കുകയാണ്. ഈ അലാസ്റ്റിക്കിൻ്റെ നീളം 2 ഇഞ്ചാണ് കേട്ടോ. ഓക്കെ, 2 ഇഞ്ച് നീളമുള്ള ചെറിയൊരു അലാസ്റ്റിക് എടുത്തിക്കാണ്ട് ആ കയ്യിൻ്റെ ആ ബോട്ടത്തുമ്മൻ്റെ അടിഭാഗത്തുനിന്നും 1 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ആ കയ്യിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് വലിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അലാസ്റ്റിക് വലിക്കണം കേട്ടോ, വലിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ അവിടെ അടിച്ചു, അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും. കയ്യിൻ്റെ ബോട്ടത്തിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് 1 ഇഞ്ച് മുകൾ ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു 1/4 ഇഞ്ചിലും വീതി കുറഞ്ഞ എലാസ്റ്റിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ വെച്ചിക്കാണ്ട് വലിച്ച് വെച്ചിക്കാണ്ട് അടിക്കട്ടോ. ഓക്കെ, അപ്പോഴേ അത് വിട്ടാൽ അത് ചുളിഞ്ഞ് മാറി കിടക്കുള്ളൂ. ഓക്കെ, അങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം, ഈ ടോപ്പിൻ്റെ ഈ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും അടിഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തടിക്കാം. അപ്പോൾ അതിനൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താൽ മതി. ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഏകദേശം ആ ഷേപ്പ് വരുന്നില്ല, ആ ഭാഗത്ത് ഞാൻ ഒരു വെട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു വെട്ടിട്ടുണ്ട്. ഇനി ആ വെട്ടിൻ്റെ ആ വെട്ടുമെന്ന് മടക്കി അടിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട മാർക്കിംഗ് ഇല്ല, ആ വെട്ടിൻ്റെ അവിടുന്ന് അടിഭാഗം മടക്കി അടിക്കുകയാണ്. മടക്കി അടിക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ആ 4 പീസ് ഉദ്ദേശിക്കുന്നത് 2 ഫ്രണ്ടും ബാക്കിൻ്റെ 2 സൈഡുകളും വരും. ആ 2 സൈഡുകളും ആ 4 ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ട് ആ അടിഭാഗം, ആ ഷേപ്പിൻ്റെ ആ ഭാഗം മാത്രം മടക്കി അടിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ 2 ഫ്രണ്ടും അടിച്ചു. ഓക്കെ, ഇനി ആ ബാക്കും ഇതുപോലെ അടിക്കുക. ഇവിടുന്നാണ് നമ്മൾ ആ വെട്ടിട്ടുള്ളത്. ആ വെട്ടിട്ട ആ ഭാഗം മുതൽ മറ്റേ വെട്ടിട്ട ആ ഭാഗം വരെ മടക്കി അടിക്കുക കേട്ടോ. ആ ഷേപ്പ് മാത്രം മടക്കി അടിക്കുക. ഓക്കെ, നമുക്ക് മനസ്സിലാവും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു വെട്ടിട്ടാൽ മതി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ വെട്ടിടാൻ മറന്നു പോയതാണ്. ഓക്കെ, അങ്ങനെ ആ വെട്ട് വരെ, അതായത് ആ മാർക്കിങ് വരെ അടിച്ചെടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡ് കൂട്ടുകയാണ്. ഈ കയ്യിൻ്റെ ഈ 2 കൈയും ഈ കയ്യിൻ്റെ ഈ 2 സൈഡും ഒപ്പം വെച്ചുകാണ്ട് ഈ ടോപ്പിൻ്റെ സൈഡ് കൂട്ടട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൂട്ടുകയാണ്. 2 കൈ, ആ കൈയിൻ്റെ 2 തുമ്പും ഒപ്പം വെച്ചുകാണ്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ അതിൻ്റെ സൈഡ് അടിച്ച് പോരുക കേട്ടോ. ഓക്കെ,
ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ തുമ്പൊക്കെ ഒപ്പം തന്നെ വരണം കേട്ടോ. അടിഭാഗത്തേക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിടക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അടിക്കുമ്പോൾ. അങ്ങനെ രണ്ട് സൈഡും ആ രണ്ട് ഭാഗം അടിക്കട്ടോ. ഇതേപോലെ കയ്യിൻ്റെ രണ്ട് തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ഒരു അരഞ്ച് വീതിയിൽ അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഈ ഭാഗത്ത് ഒരു അലാസ്റ്റിക് വെക്കണം, ചെറിയൊരു അലാസ്റ്റിക്. അതേപോലെ ഈ സൈഡിലും ഈ മാർക്കിങ്ങിൽ ചെറിയൊരു അലാസ്റ്റിക് വെക്കാണ്ട്. ഓക്കെ, അതോടുകൂടി നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിന് വേണ്ട ഒരു അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ആ ചെറിയ അലാസ്റ്റിക്കിനെ നമ്മൾ എടുത്തിട്ടുള്ളൂ, ബ്ലാക്ക് കളറുള്ള. ഓക്കെ, ഈ അലാസ്റ്റിക്കിൻ്റെ നീളം വെച്ചിട്ടുള്ളത് ഒരു 2.5 ഇഞ്ചാണ് കേട്ടോ. 2.25 ഇഞ്ചാണ്, സോറി 2.25 ഇഞ്ചാണ് ഇതിൻ്റെ നീളം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ അലാസ്റ്റിക് ഇതേപോലെ കറക്റ്റ് വലിച്ച് വെച്ചുകൊണ്ട് ഈ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, അതായത് അലാസ്റ്റിക്കിൻ്റെ പകുതി ഭാഗം ഫ്രണ്ടിലും ആക്കാരം, പകുതി ഭാഗം ബാക്ക് സൈഡിലും ആക്കാരം. അങ്ങനെ കറക്റ്റ് ആ ജോയിൻറ്റിൽ വെച്ചുകൊണ്ട് അടിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ഈ അലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടിൽ വേണം ഇട്ട് കൊടുക്കുക. അതുപോലത്തെ വീഡിയോ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൗണ്ടിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലല്ല, ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറുതായിട്ട് വെക്കുകയാണ് കേട്ടോ അലാസ്റ്റിക്. അങ്ങനെ അലാസ്റ്റിക് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് വലിക്കുക, ബാക്കും വലിക്കുക, ഫ്രണ്ടിക്കും വലിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വലിച്ചടിക്കുക കേട്ടോ. ഒരു ഭാഗത്തേക്ക് മാത്രം വലിക്കരുത്. അലാസ്റ്റിക് നമ്മൾ വെക്കേണ്ട അളവിൽ വെച്ചിട്ട് രണ്ട് സൈഡിക്കും വലിച്ചുകൊണ്ട് അടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. നമ്മൾ ഒഴിവാക്കുന്ന ഓൾഡ് ഷർട്ടുകളൊക്കെ ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് നമുക്ക് റിയൂസും ചെയ്ത് കൊടുക്കുക, ചെറിയ ഡ്രസ്സൊക്കെ. ഇപ്പോൾ ഞാൻ അത് അളവിന് ഉപയോഗിച്ചിട്ടുള്ള ടീഷർട്ടാണ്. നിങ്ങളിത് ടീഷർട്ട് ഇല്ലെങ്കിൽ ടോപ്പ് വെച്ചുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ ഷർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ബട്ടൺസൊക്കെ വെച്ചുകൊണ്ട് നിർത്തി വെക്കുക. നിർത്തി വെച്ചിട്ട് നിങ്ങളെ ഐഡിയക്ക് മാർക്ക് ചെയ്യുക. എത്ര കുട്ടീൻ്റെ ലെങ്ത്ത് വരണം ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ലൂസ് എത്ര വെച്ചാൽ ലൂസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുക. കുറച്ച് ലൂസ് കൂടിയാലും പ്രശ്നമില്ല. നമ്മളിതിൻ്റെ ഈ വേസ്റ്റിൻ്റെ അവിടെ അലാസ്റ്റിക് വെക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ചുരുണ്ട് കിടന്നോളും. എന്നിട്ട് പിന്നെ ലെങ്ത്ത് എന്തെങ്കിലും കൂടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയാലും മതി. അപ്പോൾ അളവിനില്ലെങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.